താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ഉത്രാടം തിരുവോണം നക്ഷത്രക്കാർക്ക് 2024 ജൂൺ മാസഫലത്തിൽ സ്വപ്നതുല്യമായ കാര്യങ്ങൾ. ഉത്രാടം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാരായവർക്ക് കൊല്ലവർഷം 1199 ഇടവം അവസാന പകുതി, മിഥുനം ആദ്യ പകുതി ചേർന്നു വരുന്ന 2024 ജൂൺ മാസത്തിലെ ഫലങ്ങൾ. ഇടവമാസത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകിയാണെങ്കിലും ലഭിക്കും. യുവജനങ്ങൾക്ക് വിവാഹം, തൊഴിൽ എന്നിവ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കണമെന്നില്ല. കുടുംബത്തിന്റെ എതിർപ്പ് ശക്തമാകും. മനസ്സ് അസ്വസ്ഥമാക്കുന്ന സമയമായിരിക്കും. മാത്രമല്ല, ഗുരുകാരണവന്മാരുടെ ദേഹവിയോഗം സങ്കടകരമാകും. അകാരണമായ ചില അപകടങ്ങൾ പ്രതീക്ഷിക്കണം. പൂർവികരെ സ്മരിക്കുക. മിഥുനമാസത്തിൽ ആഗ്രഹിച്ച രീതിയിൽ വിവാഹം നടക്കും. കുടുംബത്തിൽ മറ്റ് മംഗളകർമ്മങ്ങൾക്കും അവസരമുള്ള സമയമായിരിക്കും. ചില കരാറുകളിൽ ഒപ്പുവെക്കുന്നത് ഗുണകരമാകും. കുടുംബത്തിൽ സുഖവും സമാധാനവും വന്നുചേരും. പൊതുപ്രവർത്തകരുടെ, രാഷ്ട്രീയക്കാരുടെ, സമൂഹത്തിൽ സ്വാധീന ശക്തിയുള്ളവരുടെ ശുപാർശയിൽ ചിലത് നേടിയെടുക്കും. പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കാരണം ഉണ്ടായേക്കാം. അപകടങ്ങളിൽ നിന്ന് ദൈവാധീനത്താൽ രക്ഷപ്പെടാൻ അവസരമുണ്ട്. വ്യാപാരത്തിൽ സർക്കാർ ഇടപെടലുള്ളതിനാൽ കരുതൽ നടപടികൾ സ്വീകരിക്കുക. തിരുവോണം നക്ഷത്രത്തിലുള്ളവർക്ക് ഇടവമാസത്തിൽ കുടുംബത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ചിലരുടെ എതിർപ്പുകൾ വകവെക്കില്ല. ഭൂമിയോ വാങ്ങി വിൽക്കുന്ന പ്രവൃത്തികൾ നടത്തുന്നവർക്ക് സമയം അനുകൂലമാണ്. വ്യാപാരം ഗുണം നിറഞ്ഞതാകുമെങ്കിലും അതിലൂടെ സമ്പാദ്യം വർദ്ധിക്കണമെന്നില്ല. സ്വന്തം കാര്യം നേടിയെടുക്കാൻ ഏത് മാർഗവും സ്വീകരിക്കും. കരാർ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ വകയിൽ ലഭിക്കേണ്ട പണം ലഭിക്കും. ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യതയുള്ള സമയമാണ്. ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മിഥുനമാസത്തിൽ തിരുവാതിരക്കാർ വിവാഹത്തിനു വേണ്ടി ശ്രമിച്ചാൽ വിജയിക്കുന്ന സമയമാണ്. ഇഷ്ടജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും. പുതിയ പല കാര്യങ്ങളും ഏറ്റെടുക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ സമയാസമയം ലഭിക്കും. പ്രേമിക്കുന്നവർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ഒന്നാകാൻ സാധിക്കും. പൊതുജനമധ്യത്തിൽ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും. നൂതന മേഖലയിലെ വ്യാപാരത്തിലൂടെ ലാഭം നേടും. പ്രകൃതിക്ഷോഭത്തെ നേരിടാൻ മുൻകരുതലെടുക്കാത്ത പക്ഷം നഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.